നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ നിന്ന് പേരും അഡ്രസ്സും അടങ്ങിയ ബോർഡ് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. കോഴിക്കോട് മീഞ്ചന്തയിൽ യൂണിറ്റി ഹൗസ് എന്ന പേരിലായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. നിരോധിത സംഘടനയാണെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന പേരിൽ ഒരു ബിൽഡിംഗ് ഇപ്പോഴും അറിയപ്പെടുന്നുണ്ട് എന്നതാണ് വിരോധാഭാസം. പഴയ ദേശീയപാതയിൽ മീഞ്ചന്ത ചെറുവണ്ണൂർ റൂട്ടിൽ ആർട്സ് കോളേജിന് എതിർവശത്തെ ബിൽഡിംഗിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. റോഡിനോട് ചേർന്നുള്ള ഒബേലിക്സ് ബിൽഡിംഗിലെ 3-ാം നിലയിൽ യൂണിറ്റി ഹൗസ് എന്ന പേരിലായിരുന്നു പ്രവർത്തനം. നിയമവിരുദ്ധ സംഘടന എന്ന പേരിൽ 2022 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെയും അനുബന്ധ സംഘടനകളെയും നിരോധിച്ചു. നിരോധിക്കുന്നതിനു മുൻപേ ഇഡിയും ദേശീയ അന്വേഷണ ഏജൻസിയും പോപ്പുലർ ഫ്രണ്ട് ആസ്ഥാനങ്ങളിൽ റെയ്ഡ് നടത്തുകയും നേതാക്കളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഇഡി റെയ്ഡ് നടത്തിയ സ്ഥാപനമാണ് മീഞ്ചന്തയിലെ യൂണിറ്റി ഹൗസും. പോപ്പുലർ ഫ്രണ്ടിന്റെ 120 കോടിയോളം വരുന്ന ഫണ്ട് കൈകാര്യം ചെയ്തത് യൂണിറ്റി ഹൗസ് കേന്ദ്രീകരിച്ചാണെന്നും ഇഡി കണ്ടെത്തിയിരുന്നു. വൻകിട പണമിടപാടുകളും ഫണ്ട് സമാഹരണവും യൂണിറ്റി ഹൗസ് കേന്ദ്രീകരിച്ചായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. 2022 സെപ്റ്റംബറിൽ തന്നെ ഓഫീസ് പൂട്ടി സാധന ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടി സീൽ ചെയ്തെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ അടയാളമായി ബോർഡ് ഇപ്പോഴും ബാക്കിയാണ്. അതെടുത്തു മാറ്റണമെന്ന ആവശ്യമായി നാട്ടുകാരും രംഗത്തുണ്ട്. ജനം, കോഴിക്കോട്.